ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിനുള്ള സംസ്ഥാന സർക്കാരിന്റെ ആദരം ഇന്ന്. വാനോളം മലയാളം ലാൽ സലാം എന്ന പേരിൽ വൈകിട്ട് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഹൻലാലിനെ ആദരിക്കും. ഇപ്പോൾ ഈ പരിപാടിയുടെ ഒരുക്കങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രയൽ റൺ അടക്കമുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കമലേഷ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. കമലേഷ്, മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നടൻ മോഹൻലാലിനെ ഇന്ന് നമ്മൾ ആദരിക്കുകയാണ്. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാര ലബ്ധിയുടെ സന്തോഷം പങ്കുവച്ച് വാനോളം മലയാളം ലാൽ സലാം എന്ന പരിപാടി ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? മനു, തീർച്ചയായും ഒരുക്കങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണുള്ളത്. ഇപ്പോൾ മന്ത്രിമാരായ വി ശിവൻകുട്ടി അതുപോലെ തന്നെ ഉൾപ്പെടെയുള്ള ആളുകൾ, സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ അവസാനഘട്ട ഒരു അവലോകന യോഗം ഉൾപ്പെടെ നടത്തുകയാണ്. ഏതായാലും മലയാളത്തിൻ്റെ അഭിമാനം വാനോളം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തെ ഏറ്റവും പരമോന്നത ബഹുമതി, ചലച്ചിത്ര ബഹുമതിയായിട്ടുള്ള ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാൽ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നൽകുന്ന ആദരം ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. മുഖ്യമന്ത്രി മോഹൻലാലിനെ ആദരിക്കും. ഇപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുകയാണ് മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ. മന്ത്രി സജി ചെറിയാൻ, അതുപോലെ തന്നെ വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ, KSFDC ചെയർമാൻ, അതുപോലെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മറ്റ് വിവിധ മേഖലയിൽ നിന്നുള്ള ആളുകളെല്ലാം, ഇതിൻ്റെ സംഘാടക സമിതിയുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ ഏറ്റവും അവസാനത്തെ, അതായത് വേദി ഒരുക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഇനി അല്പം ചുരുക്കം ചില പ്രവൃത്തികൾ മാത്രം, അതായത് ഈ കസേര ഉൾപ്പെടെ നിരത്തി വെക്കുന്നതിന് ആവശ്യമായ ഒരു ജോലികൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. മറ്റെല്ലാ ജോലികളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഏതായാലും 5 മണിയോടുകൂടിയാണ് ഈ പരിപാടി ആരംഭിക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തിൻ്റെ ആദരം മോഹൻലാലിന് അർപ്പിക്കും. അതോടൊപ്പം വിവിധ കലാപരിപാടികൾ അരങ്ങേറും. മോഹൻലാലിൻ്റെ നേരത്തെയുള്ള വിവിധ നായികമാർ പങ്കെടുക്കുന്ന വിവിധ നൃത്യങ്ങൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ ആവേശത്തിലാണ് തലസ്ഥാനം. വലിയ തിരക്ക് ഇതിൻ്റെ ഭാഗമായി തന്നെ സംഘാടകർ, സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള ക്രമീകരണങ്ങൾ ഉൾപ്പെടെ, പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്രമീകരണങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ ക്രമീകരണങ്ങളോടെ തന്നെയാണ് ഈ പരിപാടി നടത്തുക. മോഹൻലാൽ പങ്കെടുക്കുന്ന പരിപാടി, അതുപോലെ തന്നെ വിവിധ ചലച്ചിത്ര താരങ്ങൾ പങ്കെടുക്കുന്ന പരിപാടികളാണ്. വിവിധ സംഗീത മേഖലയിലുള്ള ആളുകൾ പങ്കെടുക്കുന്നു, മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുക്കുന്നു. വലിയ ഒരു താരനിര പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ ഒരു ജനക്കൂട്ടത്തെയും സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നിയന്ത്രിക്കുന്നതിന് 10,000-ഓളം പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ നമുക്കറിയാം, സെൻട്രൽ സ്റ്റേഡിയം ഒരു വലിയ മൈതാനമാണ്. സ്വാഭാവികമായും ആ പന്തൽ നിറഞ്ഞു കവിഞ്ഞ ആളുണ്ടാകും. അപ്പോൾ ആ രീതിയിൽ തന്നെ ഒരു പ്രതീക്ഷ സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ടല്ലേ? തീർച്ചയായും വലിയ ഒരു ജനസഞ്ചയത്തെ തന്നെയാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. വളരെ കാലങ്ങൾക്ക് ശേഷമാണ് മോഹൻലാൽ പങ്കെടുക്കുന്ന ഒരു പരിപാടി തലസ്ഥാനത്ത് നടക്കുന്നത് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലുമുള്ള ആളുകൾ, ചിലപ്പോൾ ഇതര ജില്ലകളിൽ നിന്നുള്ള ആളുകൾ പോലും, ഇപ്പോൾ സമീപ അയൽ ജില്ലകളായ കൊല്ലം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്നുള്ള ആളുകൾ പോലും ഒരുപക്ഷെ ഈ പരിപാടിക്കായി എത്തിച്ചേരുമെന്ന കണക്കുകൂട്ടൽ സംസ്ഥാന സർക്കാരിനുണ്ട്, അല്ലെങ്കിൽ സംഘാടക സമിതിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള വലിയ ഒരു ക്രമീകരണങ്ങൾ തന്നെ ഇവിടെ ഏർപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഏറ്റവും വിശാലമായൊരു ഗ്രൗണ്ടാണ് ഈ സെൻട്രൽ സ്റ്റേഡിയം. അവിടെ തന്നെ ഏറ്റവും അതിവിശാലമായൊരു വേദിയും സദസ്സുമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. ആ നിലയിൽ നിരവധി ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യം, അതിന് പുറമെ അതിനപ്പുറത്തേക്കും ആളുകൾ ഉണ്ടാകും, ഇതിൻ്റെ പുറത്തും ആളുകൾ ഉണ്ടാകുമെന്ന കണക്കുകൂട്ടൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള ക്രമീകരണങ്ങൾ, തിരക്ക് ഒഴിവാക്കുന്നതിനുള്ള പൊതുജനങ്ങൾക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കാൻ അനുവാദം ഉണ്ടായിരിക്കും? എത്ര മണി മുതലാണ് കയറാൻ പറ്റുക? മനു, നിലവിൽ ഇപ്പോൾ ഇതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നുണ്ട്. അതുപോലെ മറ്റ് ഈ പരിപാടിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒരു വിലയിരുത്തൽ, അവസാനഘട്ട വിലയിരുത്തലാണ് ഇപ്പോൾ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം, അതായത് ഇപ്പോൾ സ്റ്റേഡിയം പൂർണ്ണ സജ്ജമായതിനു ശേഷം പൊതുജനങ്ങൾക്ക് ഇവിടെ പ്രവേശനം അനുവദിക്കും. അതിനുശേഷം ഒരു 5 മണിയോട് കൂടിയായിരിക്കും ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിക്കുക. അതിനു മുൻപ് ഒരു 3 മണിയോട് കൂടി തന്നെ പൊതുജനങ്ങൾക്ക് ഈ ഹാളിനകത്തേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരു സൗകര്യം ഉണ്ടാകും എന്നാണ് നമുക്ക്
നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. അത് സംബന്ധിച്ച അവസാനത്തെ അത് കൃത്യമായ ഒരു വിവരം അത് സംബന്ധിച്ച് ലഭ്യമായിട്ടില്ല. അത് അല്പസമയത്തിന് ശേഷം തന്നെ അത് മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ അത് പറയുമായിരിക്കും എപ്പോഴത്തേക്ക് പ്രവേശനം ഉണ്ടാകുമെന്ന്. ഏതായാലും ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഇനി അവസാന വട്ട ഒരുക്കങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിനുള്ള ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം പൊതുജനങ്ങൾക്ക് ഒരു പക്ഷേ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശനം അനുവദിക്കും. മനു, ഒപ്പം ഈ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്, ഒന്ന്, മോഹൻലാലിനെ നമ്മൾ ആദരിക്കുന്നു. അതിനുശേഷം മോഹൻലാലിന് തന്നെ ഗാനങ്ങളും സിനിമകളിലെ നൃത്തങ്ങളും ഒക്കെയുള്ള രാഗം മോഹനം എന്ന പേരിലുള്ള മനോഹരമായ ഒരു കലാപരിപാടിയും അതിന്റെ ഭാഗമായിട്ട് അണിയിച്ചൊരുക്കുന്നുണ്ടല്ലേ? എനിക്ക് തോന്നുന്നു ടി കെ രാജീവ് കുമാറാണ് അതിന്റെയൊക്കെ ഒരു അണിയറക്കാരൻ. അതെ, തീർച്ചയായും ടി കെ രാജീവ് കുമാറിൻ്റെ സംവിധാനത്തിൽ തന്നെയാണ് ഈ പരിപാടി, അതിനുശേഷമുള്ള ഈ പരിപാടികളെല്ലാം തന്നെ നടക്കുന്നത്. അതോടൊപ്പം അതിലേറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം മോഹൻലാലിൻ്റെ നായികമാരായി അഭിനയിച്ചിട്ടുള്ള നിരവധി നടിമാർ ഇതിൻ്റെ ഭാഗമാവുന്നു, ഈ കലാപരിപാടികളിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ഈ മോഹൻലാലിനോട് ഈ ആദര പരിപാടിയിൽ പങ്കെടുക്കുന്നു. അതിൽ ശോഭന, മീന ഉൾപ്പെടെയുള്ള താരങ്ങൾ അതിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് മറ്റൊരു വലിയ ആകർഷണം. ഏതായാലും ഏറ്റവും മികച്ച നിലയിൽ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയാണ് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം. അത് നേടുന്ന 35ാമത്തെ ആളാണ് മോഹൻലാൽ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ച്, മലയാളത്തിൻ്റെ അഭിമാനം വാനോളം ഉയർത്തിയ ഒരു ചടങ്ങായി തന്നെയാണ് ഈ ഫാൽക്കെ പുരസ്കാരം സ്വീകരിക്കുന്ന ചടങ്ങിനെ കണ്ടിട്ടുമുള്ളത്. ആ നിലയിലുള്ള ഒരു വലിയ ഒരു ആദരം ഒപ്പം കേരളത്തിനും ലഭിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് സംസ്ഥാന സർക്കാർ ആ നിലയിൽ വളരെ പ്രൗഢഗംഭീരമായ ഒരു ആദരം അർപ്പിക്കുന്ന ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. അത് എല്ലാ പ്രൗഢിയോടും കൂടി നടത്തുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണ്. ആ നിലയിലുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് നിലവിലിപ്പോൾ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് വലിയ നിലയിലുള്ള ഈ കലാപരിപാടികൾ ഉൾപ്പെടെ നിരവധി താരങ്ങളെ ഉൾപ്പെടെ അണിനിരത്തിക്കൊണ്ടുള്ള ഈ പരിപാടി, മോഹൻലാലിനുള്ള ആദരം എന്നുള്ള നിലയിൽ സംസ്ഥാന സർക്കാർ ഒരുക്കുന്നത്. ശരി, ഓക്കെ. കമലേഷാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്.